ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 19A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിങ്ങൾക്ക് ഏത് ക്യാപ്ഷനും ഇടാം. ബട്ട് മഴ കാരണം ഒറ്റയ്ക്ക് യാത്ര പോകാൻ മടിച്ച് കുട്ടിയുടെ കൂടെ പോയ കൂട്ടുകാരിക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നതാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. മഴയത്ത് പുറത്തു പോകാൻ ഇഷ്ടമല്ല എന്ന് കേട്ടിട്ട് കർമ്മ ബൂമറാങ് ആയതാണോ എന്തോ. ഇന്നും മഴയാണ് ഗൈസ്. അതുകൊണ്ട് സ്കൂട്ടിയിൽ പോണ്ട എന്ന് ഞങ്ങളുടെ ഹയർ അതോറിറ്റിയുടെ ഉത്തരവിൻ പ്രകാരം ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാവിലെ ഒരു 11 മണിയായപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്ന് ചെന്നുടനെ കണ്ടൊരു കായംകുളം ബസ്സിൽ കയറി. എവിടെ പോകണം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോ ആണ് ഇക്കാണുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലേക്കാണ് ഗൈസ്. പടനിലം പുനലൂർ ടു പടനിലം ഡയറക്റ്റ് ബസ്സില്ലാത്തതുകൊണ്ട് കായംകുളം ബസ് കയറി നൂറിനാട് ഇറങ്ങി വേണം നമുക്ക് പോകാൻ. വണ്ടിയില്ല, മഴയാണെങ്കിൽ നമുക്ക് സ്കൂട്ടിയിൽ പോവാം എന്ന് ലക്ഷ്മിക്കുട്ടി പറഞ്ഞപ്പം സാരിയില്ല ലക്ഷ്മിയെ, നമുക്ക് ബസ്സിൽ തന്നെ പോവാം എന്ന് പറഞ്ഞ് കൂടിയതാണ് ഞാൻ. അതുകൊണ്ട് എന്താ, ഒരു 12 കിലോമീറ്ററല്ലേ നമുക്ക് നടക്കേണ്ടി വന്നുള്ളൂ. KGF സെക്കൻഡിന് പോലും ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടില്ല. ഈ ബസ് ഡ്രൈവറിനെ കണ്ടപ്പം എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. എന്തായാലും ബസ്സിൽ കയറി 1 മണിക്കൂറൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ലല്ലോ. 59 മിനിറ്റ് ആയപ്പം ബസ് എടുത്തല്ലോ. ചുമ്മാ പറഞ്ഞ അത്ര ആയില്ലെങ്കിലും എനിക്ക് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. വണ്ടി എടുത്തിട്ടുണ്ട്, നമുക്കിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയ്ക്ക് ഏത് ടൈറ്റിൽ ഇടണം എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഗൈസ്. ബട്ട് ഇനി പറയാൻ പോകുന്ന 3 ഓപ്ഷനിൽ ഏതോ ഒന്നാണ് ഈ വ്ലോഗ്. എ ഡേ ഇൻ മൈ ലൈഫ്, ഒരു ദിനം വിത്ത് ലക്ഷ്മിക്കുട്ടി, കാട്ടിലൂടെ ഒരു പദയാത്ര. ഇതിലേതാണെങ്കിലും തികച്ചും യാദൃച്ഛികമായി സംഭവിച്ച ഒരു വിശിഷ്ട പ്രതിഭാസമാണ് ഗൈസ് ഈ വ്ലോഗ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കുമ്പിടിയെ പോലെ എന്നെ അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ലക്ഷ്മി എനിക്ക് സൈഡ് സീറ്റ് തന്നില്ല. അതുകൊണ്ടെന്താ, സൈഡ് സീറ്റ് കിട്ടിയപ്പം ഞാൻ കൺവിൻസിങ് സ്റ്റാറായി മാറി. നമ്മളങ്ങനെ തൂക്കുപാലത്തിന് ടാറ്റയൊക്കെ കൊടുത്ത് മറ്റൊരു പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിയിൽ മഴയായതുകൊണ്ട് ലക്ഷ്മി എന്നെ വഴക്കൊന്നും പറഞ്ഞേയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഋഷ്യശൃംഖനെ പ്രാർത്ഥിച്ചൊരു വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു. ഈ പോകുന്ന വഴിയുടെ അകത്തൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിൽ ചെല്ലാൻ പറ്റും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പല സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നില്ലേ, ഇതെൻ്റെ കൊച്ചച്ഛൻ്റെ കടയാണ്. പിന്നെ ഇങ്ങനെ പോയപ്പം ചുമ്മാ അങ്ങ് എടുത്തതാ. പിന്നെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടായി ഗൈസ്, ഋഷ്യശൃംഖൻ എഫക്റ്റ് വന്നു. അങ്ങനെ മഴ വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമായി. കാര്യം ലക്ഷ്മി എന്നെ വഴക്കൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. പ്രാർത്ഥിച്ചതിൻ്റെ എഫക്റ്റ് ഇത്തിരി കൂടിപ്പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. മഴ അധിക നേരം പെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറൊക്കെ ആയപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്യാനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുള്ളൂ, മരം വീഴരുതെന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് മരമൊക്കെ വീണ് കുറച്ച് നേരം അവിടെ കിടന്നിട്ടൊക്കെ നമ്മൾ പോയത്. എന്തൊക്കെയാണെങ്കിൽ എന്താ, ഇറങ്ങേണ്ട ഒരു സ്റ്റോപ്പിന് മുമ്പേ തന്നെ നമ്മൾ ഇറങ്ങിയല്ലോ. പിന്നെ ATMലൊക്കെ കയറിയതിന് ശേഷം നമുക്കിനി പോകേണ്ട സ്റ്റോപ്പിലോട്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ യാത്രകളും ഓരോ തിരിച്ചറിവാണ് ഗൈസ്. ഇന്നത്തെ യാത്രയുടെ തിരിച്ചറിവ് ഇവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നെനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നുവല്ലോ. എന്തായാലും 2 വളവേ ഓൾറെഡി എന്നും പറഞ്ഞ് ഏതാണ് 2 വളവ് എന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയത് കൊണ്ട് മാത്രം ഒരു 10-15 വളവ് തിരിയേണ്ടി വന്ന ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ഈ പോയ വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനൊരു സ്ഥലം ഇതിനു മുമ്പിട്ട് കണ്ടിട്ടില്ല. കാര്യം ഇതിവിടെയാണല്ലോ, ഞാനിങ്ങനെ കാണാനാ. അങ്ങനെ നമ്മൾ നടന്ന് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ചു. വീടിൻ്റെ ബാക്കിൽ പുഞ്ചയാണെന്നും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുഞ്ച കാണിക്കാൻ കൊണ്ടുപോകാമെന്നും ഒരു മോഹന വാഗ്ദാനത്തിൻ്റെ പിറകെ ഞാൻ ഓടിപ്പോയതാണ്. ഇടയ്ക്ക് വെച്ച് ലക്ഷ്മി കൺവിൻസിങ് സ്റ്റാർ ആവാൻ നോക്കിയെങ്കിലും ആ റോള് ഞാൻ നിനക്ക് തരില്ല, അത് എൻ്റെത് മാത്രമാണ് എന്നുള്ള വ്യാജേന ഞാൻ കുറച്ച് സെൻറ്റ് ഡയലോഗൊക്കെ അടിച്ച് പുഞ്ച കാണാൻ വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ കണ്ടു, എന്നാൽ പിന്നെ നിങ്ങളും കൂടെ കണ്ടോ എന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ആണ് ഇപ്പം ഈ കാണുന്നത്. അങ്ങനെ പുഞ്ചയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വന്ന വഴിയൊക്കെ നമ്മൾ തന്നെ തിരിച്ച് നടക്കണമല്ലോ. അതുകൊണ്ട് തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടറിവിനെക്കാട്ടും വലുതാണ് മുരുകനെന്ന സത്യം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ കാണുന്നൊന്നുമില്ല, ഒത്തിരി നടന്നു. ഞാനിങ്ങനെ മെയിൻ കൊട്ടി കയറി സത്യത്തിൽ കയറിയതിന് ശേഷം എങ്ങനെ ലക്ഷ്മി? ലക്ഷ്മിക്ക് സൂപ്പറാ, എനിക്ക് അതിൽ സൂപ്പർ. നല്ല ചൂട്, മഴ പെയ്യാത്ത എന്താ, പക്ഷേ ഇതൊരുമാതിരി വെള്ളാട്ട് പോക്കരെ പോലെ നീല കളറിലെ ഡ്രസ് ഇട്ട വെള്ളാട്ട് പോക്കർ, കണ്ണാടി വെച്ച വെള്ളാട്ട് പോക്കർ. ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടിയൊന്നും കാണുന്ന പോലും ഇല്ലായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ആ പട്ടിക്കുട്ടിയുടെ റിയാക്ഷൻ.
എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ഗൈസ്, പക്ഷേ എനിക്കൊന്നും കേൾക്കുന്നില്ല അങ്ങനെ വെച്ചിട്ട്. ഇതിട്ടതിന് ശേഷം ലക്ഷ്മി പറയുന്നേ എനിക്കൊന്നും കേട്ടില്ല. പുറയിൽ വണ്ടി വല്ലതും വരുന്നുണ്ടെങ്കിൽ അതോ ഒന്നും എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു. വർഷങ്ങളുടെ യാത്രയ്ക്ക് ശേഷം വണ്ടിയിൽ കയറി ജീവിതത്തിന് ഇപ്പോഴവരർത്ഥം തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോയിലൊക്കെ കയറിയിട്ട് ബസ് കാത്തു നിൽക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ബസ്സൊക്കെ കിട്ടി. അതിനുശേഷം സീറ്റൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പുനലൂർ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ തൂക്കുപാലത്തിൽ ഇറങ്ങിയേക്കാണ്. അങ്ങനെ തൂക്കുപാലത്തിലൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇത്രയൊക്കെ നടന്നതല്ലേ, ഇനിയിപ്പം നടക്കണോ എന്നിട്ട് കാലുകൾ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും അനാവശ്യ മോട്ടിവേഷൻ തന്ന് കുഴി ചാടിക്കുന്നൊരു ഫ്രണ്ടില്ലേ, ആ റോളായിരുന്നു ഇന്നെൻ്റെ മനസ്സിന്. അങ്ങനെ നമ്മൾ നടന്നു. ടീ ടൈമിന് വേണ്ടിയിട്ട് ബേക്കറി പോയി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടിയാണ് നമ്മുടെ കല്യാണ റിസപ്ഷൻ. ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു, അല്ല റിസപ്ഷന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിസപ്ഷന് പോവാണ്. ഇതിൻ്റെ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സാണ്. അങ്ങനെ അവരോട് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ റിസപ്ഷനെത്തി. റിസപ്ഷന് പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ നിന്നപ്പോൾ കാണാം. നിങ്ങൾക്കിപ്പോ കണ്ടേടാ മനസ്സിലാവത്തില്ല കാര്യം. കുറച്ചപ്പോ കണ്ട അല്ല, ഇപ്പൊ വൃത്തിയുണ്ട്, നേരത്തെ വൃത്തിയില്ല, വൃത്തിയോടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് പാട്ടെല്ലാം കേട്ടതിന് ശേഷം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വ്ലോഗ് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കാൻ കാണിച്ച എൻ്റെ ഡയറക്ടർ ബ്രില്യൻസിനെ നിങ്ങൾ കാണാതെ പോകരുത്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ.